ഹേ ഗായ്സ്, നമുക്ക് നിലമ്പൂർ വരെ പോയാലും ഒരു സർപ്രൈസ് കൊടുക്കാൻ. അപ്പൊ വേറെ ആർക്കല്ല, നിതിനാണ്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ലാറ്റ്വിയക്ക് പോവാണെന്നുള്ളത്. അപ്പൊ ഞങ്ങൾ ഇതുവരെ അവന്റെ വീട്ടിൽ പോയിട്ടില്ല. അപ്പൊ നിലമ്പൂരാണ് അവന്റെ വീട്. അപ്പൊ ഞാനും അക്ഷേട്ടനും എന്തായാലും അവനൊരു സർപ്രൈസ് കൊടുക്കാന്ന് വെച്ചു. പിന്നെ ഓജി ഇത്ര നാൾ ഇവിടെ ഉണ്ടായില്ല. അപ്പൊ ഓജിനും അവൻ കുറെ നാളത്തിന് ശേഷമാണ് കാണുന്നത്. അപ്പൊ ഞാനും അക്ഷേട്ടനും ഓജി ദീപക്കും കൂടിയാണ് മാംഗ്ലൂരിൽ നിന്ന് പോയത്. അപ്പൊ ഞങ്ങൾ ഏകദേശം ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പൊ പോണ വഴിക്ക് ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി അവന്റെ വീട്ടിലേക്കുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് വടകര എത്തിയപ്പോൾ ഞങ്ങളുടെ ഫേവറേറ്റ് റെസ്റ്റോറന്റ് ആയ MRAയിൽ കയറി ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് ലാസ്റ്റ് ടൈം വന്ന് MRAയിൽ തന്നെ, അയ്യോ മൈക്ക് വെച്ചില്ല, കുഴപ്പമില്ലല്ലേ, കേക്ക് കഴിക്കും. ലാസ്റ്റ് ടൈം വന്ന് MRAയിൽ തന്നെ ഫുഡ് കഴിക്കാൻ വന്നതാ. അന്നത്തേനേക്കാളും നേരത്തെ എത്തി. പ്രാവശ്യം ഓജിയും നീയും അല്ലേ വീഡിയോ എടുക്കുന്ന ദീപക്കും രണ്ടാളും ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. നമുക്ക് നോക്കാം ഓരെന്താ പറയുന്നത്. സോറി ഗൈസ്, മിട്ടവും കൂടി ഉണ്ടായിരുന്നു. ഓനെ പറയാൻ ഞാൻ മറന്നുപോയി. ഞങ്ങള് 4-5 പേര് കൂടിയാണ് പോയത് കേട്ടോ. അപ്പൊ അന്ന് ഞങ്ങൾക്ക് പത്തിരി പറഞ്ഞപ്പോൾ കിട്ടിണ്ടായില്ല. ഇപ്രാവശ്യം ഞങ്ങൾ നേരത്തെ വന്ന കാരണം എന്റെ കോഴിക്കോട് പത്തിരിയും നല്ല കോഴിക്കോട് ചിക്കൻ കറിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി, എനിക്കും ഭയങ്കര ഇഷ്ടമായി. എനിക്ക് പിന്നെ ഞാൻ കോഴിക്കോട് കറി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത്. ഇവരങ്ങനെ കഴിച്ചിട്ടുണ്ടായില്ല ഇങ്ങനത്തെ പത്തിരിയും ചിക്കൻ കറിയൊക്കെ. അത് കാരണം ഇവർക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ MRAയിലെ ഫുഡ് പിന്നെ പൊതുവേ ഭയങ്കര അടിപൊളിയാണ്. ഞാൻ കഴിക്കാത്ത എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? സൂപ്പർ അല്ലേ? മിട്ടു വന്നിട്ടുണ്ട്. ദീപക്കിനോട് ചോദിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ കോഴിക്കോടേക്ക് വിട്ട്. പിന്നെ കോഴിക്കോട് നിന്നാണ് കൊച്ചാപ്പ് കയറുന്നതെന്ന് പറഞ്ഞു. ബിക്കോസ് അവൻ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടേക്ക് ട്രെയിൻ കയറിയിട്ട് വന്നു. എന്നിട്ട് അവനെ ഞങ്ങൾ കോഴിക്കോട് നിന്ന് പിക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം അവനും എല്ലാവരും ഞെട്ടി. കാരണം കോഴിക്കോട് ഈ 11 മണിയായിട്ടും അവിടുത്തെ നൈറ്റ് ലൈഫ് കണ്ട് അവൻ ഷോക്കായി. അവൻ വിചാരിച്ചു ഇവിടെ കടകളൊന്നും ഉണ്ടാവില്ല. ഇവർക്കാർക്കും അറിയില്ലല്ലോ എന്റെ കോഴിക്കോടിനെ കുറിച്ച്. ഓരോ വിചാരിച്ചു ഓരോ പാട്ട് തൃശ്ശൂർ പോലെയാണെന്ന്. അപ്പം അങ്ങനെ കൊച്ചാപ്പനെ പിക്ക് ചെയ്തു. അത് കഴിഞ്ഞ് എനിക്കാണെങ്കിൽ അങ്ങനെ ഉറക്കം വന്നാലും ഞാൻ അങ്ങനെ പൊതുവേ ഉറങ്ങൂല. കാരണം എനിക്ക് പേടി, ആര് ഡ്രൈവ് ചെയ്യണമെങ്കിലും ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. പക്ഷെ ഞാൻ മാക്സിമം ഡ്രൈവും ചെയ്യും. പിന്നെ ഞാൻ ഉറങ്ങാന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ എന്തെങ്കിലും പ്രോഗ്രാം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവാണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഉറങ്ങും. അപ്പൊ ഞാൻ അത് കാരണം ഞാൻ അവിടെ ചെന്ന് രാവിലെ ടയേർഡ് ആവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങി. അപ്പം വീഡിയോ ഒക്കെ പിന്നെ ദീപക്ക് എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുത്തോണ്ടിട്ടോന്ന്. അത് കാരണം അവൻ എല്ലായിടത്തും സെറ്റാക്കി. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോ അറൗണ്ട് ഒരു 1 o'clock എന്തോ ആയി. എന്നിട്ട് അവന്റെ അടുത്ത് പറഞ്ഞു കൊച്ചാപ്പും മിട്ടും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവനെ ഫോൺ വിളിച്ചിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടിട്ട് പറഞ്ഞത്. അപ്പൊ ഇതാ ഞങ്ങളുടെ മെയിൻ വരുന്നു. അവനാകെ ഷോക്കായി. ഞാനും അക്ഷരം വരുന്നു അവൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കഷ്ണം തുണി ഇല്ലാണ്ട് ഇറങ്ങിയായിരുന്നു. കൊച്ചപ്പോ ഓജി കുറെ നാളത്തിന് ശേഷം മംഗലാപുരത്തേക്ക് ലാൻഡ് ചെയ്തതാണ്. ഓജി മിസ്സിങ് ആയിരുന്നു. അല്ല, പട്ടീനെ ആലോചിച്ചിട്ടാണ് എനിക്ക് പേടി. എനിക്കിതിലിരിക്കണേ. ഞാൻ താഴെയാണ്. ഞാൻ താഴെത്തി. രാവിലെ തന്നെ ഈ കുട്ടീനെ വെറുപ്പിക്കുന്ന അക്ഷേട്ടൻ. ഇവരൊക്കെ പല്ല് വെച്ചിട്ടുള്ളൂ, കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ എവിടെയുള്ളത്? നിലമ്പൂരാണ് കേട്ടോ. കൊച്ചാപ്പിന് കാണിച്ചേടാന്ന്. വീട്ടിലെ ഡോഗ് കൈസർ എന്നാ പേര്. ഹായ്, നമ്മുടെ CID മൂസയിലെ ഹായ്. അധികം അടുത്തേക്കുള്ള ഹായ് ഇല്ല, പേടിയാ. നമ്മുടെ അല്ലത്, ഇതാണ് നമ്മുടെ പറമ്പിന്റെ അതിര്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. പ്രാവിനെ കാണിക്കും. കൈയിടരുത്, കൊത്തും. അതിനുള്ള ധൈര്യം എനിക്കില്ല. അയ്യോ, തുറന്നിട്ടേക്കാണ്. അത് കുഴപ്പമൊന്നുമില്ല. എത്ര ഉണ്ട്? 2 3. ഇവിടുത്തെ ആള് വാ, വീഡിയോയില് കാണിച്ചേ. വീഡിയോയില് ഹായ് പറഞ്ഞേ. സേ ഹായ്. ഇവന്റെ അമ്മന്റെ സീനിയർ ആയിരുന്നു. സൂപ്പർ സീനിയർ അല്ലേ? എന്റെ അമ്മന്റെ പേരെന്താ? അപ്പൊ നമ്മൾ
അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവന്റെ അമ്മ ഉണ്ടാക്കി ഭയങ്കര ഇഷ്ടമായി ഫുഡൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇവര് പിന്നെ കാറ് കഴുകാന്ന് പറഞ്ഞു കുറച്ചു നേരം കാറ് കഴുകി. കാറിന്റെ കുറെ വീഡിയോസ് എടുത്തു. ചെറുതാണെങ്കിൽ കുറെ നേരം വെള്ളത്തിലൊക്കെ കളിച്ച് നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞപ്പം അമ്മ എന്ത് ചെയ്തു, മാങ്ങ മാങ്ങ കഴിക്കാന്ന് പറഞ്ഞിട്ട് മാങ്ങ പൊട്ടിച്ചുകൊണ്ടിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു 2 മണിയായപ്പോൾ ഫുഡ് കഴിച്ചു. ഫുഡ് ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പോർക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പോർക്കൊന്നും കഴിക്കാത്ത കാരണം ഞാൻ വെജിറ്റേറിയൻ മാത്രം കഴിച്ചു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായി. പിന്നെ എൻ്റെ ഫേവറേറ്റ് പച്ചരി ഉണ്ട്, എൻ്റെ അമ്മ വയ്ക്കുന്ന പോലെ തന്നെ ഉണ്ടായി. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് ഇവർ പട്ടീനെ തുറന്നിട്ടു. പക്ഷെ പട്ടീനെ തുറന്നിട്ടിട്ടുള്ള കോമഡി ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്ത് ചെയ്യായിരുന്നു എന്ന്. എനിക്ക് അത്രയും പേടി പട്ടീനെ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് വിചാരിച്ചു, ഒന്ന് കറങ്ങാൻ പോവാന്ന് വിചാരിച്ചു. അത് വേറെ എവിടേക്കല്ല, എന്റെ അടുത്തൊരു പുഴയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇവന്മാരൊക്കെ കയ്യിൽ കുളിക്കണം എന്ന് പറഞ്ഞപ്പോ അവിടെ പോയി കുറച്ചു നേരം പുഴയിൽ നിന്ന് കുറേ നേരം ഇവർ എൻജോയ് ചെയ്തു. ഞാൻ അങ്ങനെ അധികം ഇറങ്ങിയൊന്നുമില്ല, എനിക്ക് പേടിയായി. കാരണം അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം വീണ്ടും പുറത്തേക്ക് പോവാന്ന് പ്ലാൻ ഇട്ടു. അപ്പൊ നാടുകാണി ചുരം എന്ന് പറഞ്ഞ ചുരം ഉണ്ട് അവിടെ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പോവാന്ന് പറഞ്ഞു. നമ്മൾ മേലെ എത്തുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് റോഡിൽ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ. അതൊക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയ ചുരമൊന്നും പറയാനില്ല, എനിക്ക് അത്ര പേടിയൊന്നും ഉണ്ടായില്ല. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഇവന്മാരെല്ലാരും ഉണ്ടായില്ല, അത് കാരണം അങ്ങനെ വലിയ പേടിയൊന്നും വന്നില്ല. നല്ലൊരു ചെവിയൊക്കെ അടഞ്ഞിട്ടുണ്ടായി. അപ്പൊ നമ്മളുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ നമ്മൾ അവിടെ ബോർഡറിൽ പോയിട്ട് ചായ കോഫിയൊക്കെ കുടിച്ച് തിരിച്ചു വരാന്നായിരുന്നു. ജസ്റ്റ് നമുക്കൊരു ഔട്ടിങ് പോലെ ആയി. നമുക്ക് ഇങ്ങനെ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു. കാരണം നമുക്ക് അധികം സമയം ഉണ്ടായില്ലല്ലോ. എന്നിട്ട് ഞങ്ങൾ അവിടുത്തെ വാവയ്ക്ക് ഒരു കാറും പിന്നെ കുറച്ച് ഗ്രീൻ ടീൻ്റെതും പിന്നെ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചു. പിന്നെ അവന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് 2 days കഴിഞ്ഞിട്ട് പറഞ്ഞപ്പോൾ നമ്മൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു കേക്ക് ഒക്കെ വാങ്ങി. അതൊക്കെ കട്ട് ചെയ്തിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമല്ല എല്ലാവരും കൂടെ ഉണ്ടാവും. അപ്പൊ അത് കാരണം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ രാത്രി ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ച് മംഗലാപുരത്തേക്ക് പോന്നു. അപ്പൊ ഓക്കെ, ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം.